ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി. ഫോൺ 8075677339 8590630709. ഡിസംബർ 18 അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച് തലശ്ശേരി ALP സ്കൂളിൽ അറബി ഭാഷാ ദിനം ആചരിച്ചു. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം ഇബ്രാഹിം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 18 അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച് തലശ്ശേരി ALP സ്കൂളിൽ അറബി ഭാഷാ ദിനം ആചരിച്ചു. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം ഇബ്രാഹിം പരിപാടി ഉദ്ഘാടനം ചെയ്തു. അറബി ഭാഷയും കേരളീയർ അല്ലെങ്കിൽ മലയാളികൾ തമ്മിൽ വല്ലാത്തൊരു വ്യക്തിബന്ധം വെച്ച് പുലർത്തിട്ട് എന്നുള്ളതാണ്. കാരണം പണ്ട് കാലങ്ങളിൽ കച്ചവട ആവശ്യത്തിനും വാണിജ്യാവശ്യത്തിനും വേണ്ടി അറബികൾ നമ്മുടെ നാട്ടിലേക്ക് വരികയും അവരിവിടെ കച്ചവടം ചെയ്യുകയും അന്നു മുതൽ നമ്മൾ ഈ ഒരു ഭാഷയായി വല്ലാതൊരു വ്യക്തിബന്ധം വെച്ച് പുലർത്തി വരുന്നുണ്ട്. പിന്നീട് നമ്മളെല്ലാവരും പഠിച്ച് ഒരു ഹയർ സ്റ്റഡീസ് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ജോലിക്ക് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഉള്ള ഒരു തൊഴിലവസരങ്ങൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മളുടെയൊക്കെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ജ്യേഷ്ഠനുജന്മാർ മാതാപിതാക്കളൊക്കെ നമുക്ക് എല്ലാവരും അറിയാം, അവരൊക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ വിദേശത്ത് അതല്ലെങ്കിൽ GCC അറബ് രാഷ്ട്രങ്ങളിൽ പോയിട്ടാണ് അവർ തൊഴിലെടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ അറബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സമുദായത്തിൻ്റെയോ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെയോ ഭാഷയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ഇന്ന് കണ്ണൂര് നമ്മുടെ MG യൂണിവേഴ്സിറ്റിയിലടക്കം റാങ്ക് ഹോൾഡറായ ആ കുട്ടിയുടെ പേര് തന്നെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതല്ല എങ്കിൽ ഇന്ന് കേരളത്തിൽ 500-ലധികം അധ്യാപകര് മറ്റു മതവിഭാഗത്തിൽപ്പെട്ട അധ്യാപകരാണ് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പരിജ്ഞാനങ്ങൾ അറിവുകൾ പറഞ്ഞു കൊടുക്കുന്നത്. സ്കൂൾ PTA പ്രസിഡന്റ് MM അബ്ദുൾ സലാമിന്റെ അധ്യക്ഷതയിൽ സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ അറബിക് സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു. പ്രതിജ്ഞയും വാർത്താ വായനയും അസംബ്ലി ഇൻസ്ട്രക്ഷൻ ഉൾപ്പെടെ മുഴുവൻ പ്രവർത്തനങ്ങളും അറബി ഭാഷയിലാണ് നടത്തിയത്. ഫാത്തിമ ബഹ്ജ, ഷെഹ്മ ഷെറിൻ, ഫാത്തിമ ഷിഫ എന്നിവർ പ്രാർത്ഥന ചൊല്ലി. സ്കൂൾ ലീഡർ ഫാത്തിമ സൻഹ അസംബ്ലി നിയന്ത്രിച്ചു. ഫാത്തിമ ബഹ്ജ പ്രതിജ്ഞയും റിൻഷ ഫാത്തിമ വാർത്താ വായനയും ടുഡേ മെസ്സേജ് റിയാന ഫാത്തിമയും നിർവഹിച്ചു. അറബിക് ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ പുറത്തിറക്കിയ അസ്ഹൂർ കയ്യെഴുത്ത് മാഗസിൻ വാർഡ് മെമ്പർ ഇബ്രാഹിം, PTA പ്രസിഡന്റ് അബ്ദുൾ സലാം എന്നിവർ ചേർന്ന് വിദ്യാർത്ഥികളിൽ നിന്നും ഏറ്റുവാങ്ങി പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ അബ്ദുൾ റാഷിദ് മാഷ് അറബി ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അറബി ദിനത്തിനെക്കുറിച്ചും കുട്ടികളുമായി സംവദിച്ചു. വടക്കാഞ്ചേരി ഉപജില്ലാ അറബി കലോത്സവത്തിൽ സ്കൂളിന് 1ാം സ്ഥാനം നേടാൻ പ്രയത്നിച്ച കലാപ്രതിഭകളെ അസംബ്ലിയിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. അറബി ദിനത്തോടനുബന്ധിച്ച് ഒരു കുട്ടി ഒരു ചാർട്ട് എന്ന പേരിൽ ചാർട്ട് ചലഞ്ച് നടത്തി. കൂടാതെ വിപുലമായ രീതിയിൽ അറബിക് പഠന പ്രദർശനവും എക്സിബിഷനും സംഘടിപ്പിച്ചു. 20-ാം തീയതി നടക്കുന്ന ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒരുക്കി അലങ്കാരത്തോടെ ക്രിസ്മസിനെ വരവേൽക്കാൻ സ്കൂൾ തയ്യാറായിരിക്കുകയാണ്. BCV ന്യൂസ്, ദേശമംഗലം.